ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ വഴിയിൽ നിന്ന് ഗീതത്തെ കിട്ടി നമുക്ക്. ഗീതമ്മ ഇപ്പൊ എല്ലാവർക്കും അറിയാം, വീഡിയോയില് കണ്ട് അതെ കണ്ടില്ലേ ചോദിക്കും ഗീത എന്ത് ചെയ്യുന്നു, ചുമ്മാ തന്നെ വെറുതെ പറയാം. അപ്പൊ നമ്മള് രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ കടയിലോട്ട് പോവാ. കടയിൽ ഉച്ചക്കത്തെ വിശേഷങ്ങൾ കാണിക്കാട്ടോ. തിരക്കായി തുടങ്ങിയില്ല, ഉച്ചയായില്ല. അപ്പൊ നമ്മള് പൊതിക്ക് വേണ്ടിയുള്ള എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. മീൻതോരനുണ്ട്, പച്ചടി ഇല്ലയോ, പച്ചടി ഉണ്ട്, അച്ചാറ്, സാമ്പാറ്, മോര്, മീൻചാറ്, ഉണക്കമീൻ തോരന്. നമ്മളെന്നും പറഞ്ഞില്ലേ, നമ്മള് സ്പെഷ്യൽ വെറൈറ്റി സാധനങ്ങൾ, അതെ വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് നെല്ലിക്ക പച്ചടി, കണ്ടോ വെറൈറ്റി അല്ലേ എല്ലാം ഞങ്ങൾ കൊടുക്കുന്നത്. നെല്ലിക്ക പച്ചടി, ഇത് അമരക്കയും ഉണക്കമീനും. കഴിയുന്ന കാണിച്ചേ, എന്താ ടേസ്റ്റ് അതെനിക്ക് ബിന്ദു ചേച്ചി ഊണ് കിട്ടുന്നു. നല്ല രുചിയാട്ടോ അമരക്കയും ഉണക്കമീനൂടെ തോരൻ വെക്കുന്നേ. പിന്നെ നമ്മുടെ മാമനും ഉണ്ണിമോള് ബിരിയാണി കെട്ടുന്നു, മാമൻ ബിരിയാണി എടുക്കുന്നു. ഇവരാണ് ഫ്രണ്ട്സേ. മാമനും ഉണ്ണിമോളാണ് ബിരിയാണി പരിപാടി, ഗീതേമയാണ് നാടൻ ഊണിന്റെ പരിപാടി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ കടയിൽ. പിന്നെ നമുക്ക് മീൻ വറുത്തയുണ്ട്. എന്താ മീനാ ചേച്ചി? കണ്ണനയില വറുത്തതുണ്ട്, കണ്ടോ. മുനീർ വിളിച്ചായിരുന്നു. ട്രെൻഡ്സിൽ പോയിട്ട് അവിടെ ഒരു കോമഡി ഉണ്ടായി. ഞാൻ ഒരുങ്ങി നാറിപ്പോയി. AC ഇട്, എന്തുവാ ഇത്, പേ ചെയ്യുന്നിടത്ത് ചെന്നിട്ടേ അവിടെ ഒരു സ്കാനർ ഇരിപ്പുണ്ടായിരുന്നു. അത് വാട്സപ്പിന്റെ സ്കാനർ ആയിരുന്നു. ഞാൻ അതിൽ പോയി സ്കാൻ ചെയ്യുക പൈസ ഇടാനും വേണ്ടി. ചേട്ടൻ നോക്കിയിട്ട് ഇയാൾക്കും ആദ്യം മനസ്സിലായൊന്നുമില്ല. ഇയാളെ വന്നിട്ട് എന്നെ അവിടെ നോക്കി ഒരു കളിയാക്കി ഒരു ശരിയൊക്കെ. ഞാൻ മന്ദബുദ്ധിയാന്നുള്ള രീതിയിൽ. നമുക്കറിയത്തില്ലടേ, നമ്മള് പാവങ്ങള്. അപ്പൊ ഡ്രസ്സ് എടുക്കാനാ ട്രെൻഡ്സിൽ പോയതാ. ഈ ഡ്രസ്സ് എടുത്തേ. വേറെ ആദ്യം ഒരു ഡ്രസ്സ് എടുത്തായിരുന്നു, ഒരു ക്രോപ്പ് ടോപ്പും ഒരു പാന്റും. ചേട്ടായിക്ക് അത് ഇഷ്ടപ്പെട്ടു, അത് എടുക്കാൻ എന്നോട് പറഞ്ഞു. പക്ഷേ അത് എടുത്താല് എനിക്ക് വീണ്ടും ഞാൻ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. നല്ല ഫങ്ഷൻസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ആക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ടോപ്പ് എടുത്തത്, നമ്മൾ ഡെയിലി യൂസ് ആണല്ലോ. അപ്പൊ ഇനി ഞങ്ങള് ചേട്ടായിക്ക് തുണി എടുക്കാൻ പോയി. ഈ തുണിയും മണിയൊക്കെ എടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഒന്നുമില്ല, വെറുതെ എടുക്കുക. കുറെ നാളായി തുണിയൊക്കെ എടുത്തിട്ട്, അതുകൊണ്ട് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊരു റോളോണൂടെ വാങ്ങിച്ചു. ഇതൊക്കെയാ വിശേഷം. അപ്പൊ നമ്മൾ പത്തനാപുരത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഗായ്സ്. നമ്മുടെ പത്തനാപുരം കണ്ടോ? പത്തനാപുരം എന്ത് സുന്ദരിയാ. പക്ഷെ എനിക്ക് പത്തനാപുരം പണ്ട് ഇഷ്ടമല്ലായിരുന്നു, കാരണം ഞാൻ കലഞ്ഞൂരല്ലേ. എനിക്കപ്പോ ഈ പത്തനാപുരംകാരെ ഇഷ്ടമല്ല. എനിക്ക് കൊല്ലംകാരെ പൊതുവേ ഇഷ്ടമല്ല. ഞാൻ പത്തനംതിട്ടയുണ്ട്, കൊല്ലംകാരെ എനിക്ക് ഇഷ്ടമല്ല. എന്തേലും പറയേ. മുടിയൊക്കെ വെട്ടിയൊരു ഷോ ആയിരിക്കും. ഒരു 10 വയസ്സൊക്കെ കുറഞ്ഞു. ഓൾറെഡി ഒരു 28 വയസ്സായിരുന്നു തോന്നുന്നത്. 10 കൂടെ കുറഞ്ഞപ്പോ 18. ഞാനിപ്പം കണ്ടാ ചേച്ചിയാന്ന് പറയാം. എന്റെ കോലം നോക്ക്, ആ കൊച്ചിന്റെ കോലം നോക്ക്. എന്തോ ചെയ്യാനാ, അല്ലെങ്കിൽ ആമ്പിള്ളേർക്ക് അങ്ങനെ. ഈ കൊച്ചിനെ കണ്ടാ എല്ലാരും ചോദിക്കുന്നത് എത്ര ആണെന്തോ, 25 കഴിഞ്ഞോ അങ്ങനെ ചോദിക്കും. എന്തോ ചെയ്യാനാ. അപ്പൊ നമ്മുടെ കിച്ചുചേട്ടന്റെ കടയിലാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പോയി ഡ്രസ്സൊക്കെ എടുക്കാം. ഡ്രസ് ഓക്കെ, തുണി എടുക്കാൻ പോവാമേ. നമ്മുടെ കിച്ചുചേട്ടന്റെ കടയിൽ വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചുചേട്ടൻ. ഞാൻ നിങ്ങളൊരു ഇത് കാണിക്കാം. എന്നെ കുറച്ച് പാൻറ് വരുന്നുണ്ടോ? ഈ പാൻറ് ഇതൊരു ഫാഷനാ ഇപ്പത്തെ ആമ്പിള്ളേര്. തുണി എടുക്കാൻ കയറിയപ്പോ ആ കൊച്ചങ്ങ് പിടയ്ക്ക് വരും. എടുപ്പിടുന്ന ആ കൊച്ചിനെ എടുക്കാൻ വന്നപ്പോ കണ്ടോ, ആ കൊച്ചിന് ഒരു തിരക്കും ഇല്ല, ഒരു ഇതും ഇല്ല. ഫാഷൻകാരൻ പക്ഷെ കൊള്ളാം, രണ്ടുകൂടെ ചേരും. ഇവര് ഫ്രണ്ട്സ് ആട്ടോ, ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് തുണി എടുത്ത് നമ്മുടെ പത്തനാപുരത്ത് അമിഗോസിന്ന് കേട്ടോ. അടിപൊളി കളക്ഷൻസ് ഉണ്ട്, നല്ല ട്രെൻഡി കളക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ പോവാണ് ഗായ്സ്. ഇതാട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനാപുരത്താണേ. നമ്മൾ തുണിയൊക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് പോകട്ടെ. എൻ്റെ തുണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ആദ്യം എടുത്തത് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. അത് നല്ല ബ്ലാക്ക് ആയിരുന്നേ. ബ്ലാക്ക് ഇടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എടുത്ത് വെക്കത്തില്ല. ഇത് കണ്ടോ, ഇന്നത്തെ ചൂടിൻ്റെ ഇത് മൊത്തം. എനിക്ക് അങ്ങനെ ചൂടടിക്കുമ്പോൾ ഭയങ്കര ഇതാ. അപ്പൊ ചേട്ടായിക്കും ഡ്രസ്സ് എടുത്തു. ഞാൻ ആ വീഡിയോ കാണിച്ച ഡ്രസ്സാ. പാൻറ് അടിപൊളി കേട്ടോ. ആ പാൻറ് എനിക്ക് വേണേലും ഇടാം. നല്ല ഇങ്ങനെ കാർഗോ ആ ടൈപ്പാണോ?
ഒരു ലൂസ് ടൈപ്പ്. ഇതൊക്കെ പണ്ടുള്ള സ്റ്റൈലാ. പക്ഷെ ഇപ്പോഴത്തെ ഡ്രസ്സൊക്കെ ശ്രദ്ധിച്ചാലേ പണ്ടുള്ള സ്റ്റൈല് വീണ്ടും റിപ്പീറ്റ് അടിച്ച് തിരിച്ചു വരും. എനിക്കപ്പോൾ ഇത് ചെന്നിട്ട് ഇതിന്റെ കൈയൊന്ന് അടുപ്പിക്കണം, അത്രയും പരിപാടിയേ ഉള്ളൂ. ഇതില് കൈ വെച്ച് ഒന്ന് അടിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ചേട്ടായി കിടന്നുറങ്ങും കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ അവിടെ മാമൻ കട തുറക്കുന്നുണ്ടോ നോക്കോ തുണി തയ്പ്പിക്കാനും വേണ്ടി. ഇന്ന് ട്രെൻസിൽ പോയി തുണി എടുത്തില്ലേ ഒരു ടോപ്പ്. അപ്പോൾ അത് മാമൻ കട തുറന്നാലേ എനിക്കത് ഷേപ്പ് അടിക്കാൻ പറ്റും. താഴെ ലീജാൻറ്റിയുടെ കയ്യിലായിരുന്നു കൊടുക്കുന്നത്. അപ്പം ലീജാൻറ്റിക്ക് നടു ഉളുക്കിയിരിക്കുന്നതുകൊണ്ട് ലീജാൻറ്റിക്ക് അത് അടിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും മാമൻ, നമ്മളാ മാടക്കടയില്ലേ അത് തുറക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ മാമൻ തുറക്കുമ്പോഴേ ഓടിപ്പോയി കൊടുക്കാനും വേണ്ടി ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ ട്രെൻഡ്സിൽ ഓഫർ ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കുന്നതിന് 30%. ഇതിപ്പോൾ ഞാൻ 30% വേറെ എന്തോ ഒരു ഓഫർ കൂടെ ഉണ്ട്. 1299 രൂപയുടെ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് 399 രൂപയേ ആയുള്ളൂ. അതെന്ത് ഓഫറാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നല്ല ഡ്രസ്സായിരുന്നു. അപ്പോൾ 399 രൂപയ്ക്ക് ലാഭം. അപ്പോൾ ഞാൻ വേറെ ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എടുക്കേണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോഴാണ് ഓർക്കുന്നത് അതുകൂടെ എടുത്താൽ മതി. അങ്ങനെ എപ്പോഴും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നില്ലല്ലോ, വല്ലപ്പോഴേ ഡ്രസ്സ് എടുക്കാറുള്ളൂ. അപ്പം ലാസ്റ്റ് ഡ്രസ്സ് എടുത്തത് ഓണത്തിനന്നൊരു ഡ്രസ്സ് എടുത്തതാണ്. പിന്നെ ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ വൈകിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകും കേട്ടോ. മാമൻ വന്നില്ലെങ്കിൽ എൻ്റെ തുണി ആരടിക്കുമോ എന്തോ. ഞാനാണേലേ ഓടി പിടിച്ച് എൻ്റെ കടയിലോട്ട് വന്നു. പക്ഷേ കട തുറന്നിട്ടില്ലായിരുന്നു. 2 സഞ്ചി ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു മാമൻ വന്നെന്ന്. എനിക്ക് ഈ ഉടുപ്പ് അടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. കാരണം എനിക്ക് നാളെ ഇടേണ്ട ഉടുപ്പാണ്. ഇല്ലേ ഞാൻ എങ്ങനെ അടിക്കും? ഈ ചാക്കിൽ എന്താണെന്ന് നോക്കാം. അയ്യോ, ഈ ചാക്കിൽ മറ്റേ അമ്മ പാല് കൊടുക്കാൻ പോയതിൻ്റെയാണ്. ഇവിടെ മിഷ്യനുള്ള വീടും എനിക്കറിയത്തില്ല. ഞാൻ അടിക്കും, പക്ഷേ എങ്കിലും മറ്റുള്ളവർക്ക് അവരുടെ മിഷ്യൻ നമുക്ക് തരുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എനിക്കിനി എവിടെയാണെന്ന് അറിയത്തതുമില്ല വേറെ മിഷ്യനുള്ള വീട്. ലാസ്റ്റ് ആ മാമനെ നോക്കിയിരുന്നിട്ട് മാമൻ വന്ന്, ഇവിടുത്തെ മാമൻ തയ്ക്കത്തില്ലേ? തയ്യക്കടയാണോ? ആ നോക്കാം. എടാ നമ്മുടെ തൊട്ട് മുന്നില് ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെ. ഒതുക്കി ചേർത്തടി. അപ്പൊ നമ്മള് തുണി അടിച്ചിട്ട് വേണ്ട പത്തനാപുരത്തോട്ട് വന്നു. ഇറങ്ങാം. ഞാൻ കുളിച്ചില്ല, നിന്ന വേഷത്തിൽ ഇറങ്ങിയതാ. വേണ്ടേ? പിന്നെ നിന്ന വേഷത്തിൽ എവിടെ വിളിച്ചാലും ഞാനങ്ങ് പോകും. അതിന് എത്ര ദൂരെയാണെങ്കിലും എനിക്കതൊരു വിഷയമുള്ള കാര്യമേ അല്ല. വീട്ടിൽ നിന്ന വേഷത്തിൽ വന്നതാ. നമ്മൾ പത്തനാപുരത്ത് ഒരു ഷവർമ കഴിക്കാം. കുറേ നാളായി ഷവർമ കഴിച്ചിട്ട്. കുറേ നാള് ഒരു ഷവർമ കഴിക്കാന്ന് വെച്ച് വന്നതാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. സീ യു. ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഇരുട്ടത്തിരിക്കുക കേട്ടോ. അപ്പോൾ ടാറ്റാ.